നമസ്കാരം. മലയാളികൾക്ക് കർക്കിടകം കേവലം ഒരു മാസത്തേക്കാൾ ഉപരി ആരോഗ്യത്തിന്റെയും വിശ്രമത്തിന്റെയും പുണ്യത്തിന്റെയും കാലമാണ്. പലപ്പോഴും പഞ്ഞക്കർക്കിടകം എന്നറിയപ്പെടുന്ന ഈ മാസം എന്തുകൊണ്ടാണ് ആയുർവേദ ചികിത്സയ്ക്ക് ഇത്രയധികം പ്രാധാന്യം എന്ന് നോക്കാം. ആയുർവേദ പ്രകാരം വർഷത്തിലെ ഋതുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടകം അഥവാ വർഷകാലം. ഈ സമയം ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുകയും വാത പിത്ത കഫ ദോഷങ്ങളിൽ വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വാതദോഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണിത്. ദഹനശക്തി കുറയുകയും ക്ഷീണം കൂടുകയും ചെയ്യുന്ന അവസ്ഥ. ആയുർവേദം ഈ കാലയളവിനെ ശരീരശുദ്ധീകരണത്തിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമായി കാണുന്നു. കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടക കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി. ഉണക്കലരി, വിവിധതരം ഔഷധങ്ങൾ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ കഞ്ഞി ശരീരത്തിന് ഊർജ്ജവും പ്രതിരോധശേഷിയും നൽകുന്നു. ദഹനത്തെ സഹായിക്കുകയും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. ദിവസവും എണ്ണ തേച്ചു കുളിക്കുന്നത് വാദസംബന്ധമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും ശരീരത്തിന് ബലം നൽകാനും സഹായിക്കും. ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴി എന്നിവ ചെയ്യുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സന്ധിവേദന, മസിലുകൾക്കുണ്ടാവുന്ന അയവില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാനും സഹായിക്കും. ശരീരപ്രകൃതി അനുസരിച്ച് വിവിധതരം കഷായങ്ങളും ലേഹ്യങ്ങളും കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കർക്കിടകത്തിൽ ഭക്ഷണ ക്രമീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കഞ്ഞി, സൂപ്പുകൾ, ചെറുപയർ, നെല്ലിക്ക, ചുക്കുകാപ്പി എന്നിവ ഈ സമയത്ത് ഉത്തമമാണ്. തണുത്തതും എണ്ണ ചേർന്നതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇത് ദഹനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചൂടുവെള്ളം കുടിക്കുക. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. രാത്രിയിൽ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ നേരത്തെ കഴിക്കുകയും നേരത്തെ ഉറങ്ങുകയും ചെയ്യുക. ലഘുവായ വ്യായാമങ്ങൾ, യോഗ, പ്രാണായാമം എന്നിവ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും. ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈർപ്പമുള്ള കാലാവസ്ഥയായതിനാൽ ശരീരവൃത്തിക്ക് പ്രാധാന്യം നൽകുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.